നമ്മളിപ്പോ കുറെ കല്യാണം കൂട്ടിയില്ലേ ഇപ്പൊ കുറെ കല്യാണം ബോസ് കല്യാണങ്ങളില് ഇപ്പൊ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് ഇത്. അതെ അക്ബറിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അതെ, പിന്നെ ആരായിരുന്നു അതിന് തൊട്ട് മുമ്പ്? എന്താണ് പിന്നെ സുഖം. എന്നാ ഇപ്പം ബിഗ് ബോസിലും ഒട്ടുമിക്ക എല്ലാരും വന്നു. ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ രേണു ചേച്ചി മാത്രം. രേണു ചേച്ചി കുറച്ച് ഞങ്ങള് ഇന്നലെ കണ്ടായിരുന്നു. മകന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആ ഒരു വിശേഷങ്ങൾ പറയൂ ചേച്ചിയുടെ. രേണുവിന് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കാം. അതെ, പിന്നെ വേറൊരു സ്പീഷ്യസ് ആണ് അവള്. കാര്യം അവൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. നിങ്ങളെല്ലാം ഒന്ന് കൂടെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുക. ഈ വേറെ കാര്യം നമ്മളെ ഒരു രേണു നമ്മള് ഹാപ്പി ആയിട്ട് ചിരിക്കുന്ന രേണുവിനെ കണ്ടത്. രേണു അങ്ങനെ തന്നെ വെക്കുന്നത്, പക്ഷെ അത്രയും വേദന ഉണ്ടായിട്ടാണ് മനസ്സിലായത്. അതിന്റെ ഇടയിൽ കുറെ ഓപ്പൺലി ഒരു രോഗത്തിൽ ഇത്ര വലിയൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും അതില് എൻജോയ്മെന്റ് കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അത് കോണ്ടന്റ് ആക്കി അത് വെച്ച് പൈസ ഉണ്ടാക്കുന്നവനൊക്കെ എന്ത് പറയാനാ. ഇതിന് കഴിഞ്ഞ ദിവസം രേണു ചേച്ചി ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് നെഗറ്റീവ് രീതിയിൽ പല രീതിയിലും പല ആൾക്കാർ റിയാക്ട് ചെയ്തു. ക്യാൻസർ രോഗിയായി വയ്യാതിരുന്നിട്ട് പോലും ചേച്ചിനെ കോണ്ടന്റ് ആക്കി പലരും വീഡിയോ. എങ്ങനെയാളിയാ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് എന്റെ ഭാര്യ പ്രഗ്നന്റ് ആവുന്നത്. ഞാൻ ബിഗ് ബോസിൽ പോയപ്പോ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ പോലും വീഡിയോസ് ഇറക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രോഗാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പബ്ലിക്കലി ഒന്ന് അവരുടെ മക്കളെ വെച്ച് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന എന്ത് ചെയ്യണം? അവൾ ആ രീതിയിലല്ലേ പ്രതികരിക്കുള്ളൂ. അവളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പോസിറ്റീവായിട്ട് ആ ഒരു അസുഖം എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തെണ്ടുകളുടെ അടുത്ത് പറയേണ്ട ലാംഗ്വേജ് അവള് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു പോയെന്നേ പറയുള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെയല്ലേ, പ്രതികരിക്കണ്ടല്ലോ. അവരുടെ മെന്റൽ പ്രഷർ ഒന്നും മനസ്സിലാക്കുക. അതായത് ഇവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് അവര് ഫേമസ് ആവുന്നു. എന്ത് കാര്യം ചെയ്യുന്നു? ഇതൊക്കെ ഒരാൾക്ക് മനുഷ്യത്വം ഇല്ലാണ്ടായിരുന്നു. അതായത് ഇപ്പൊ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പിന്നെ വേറെ തെരുവിളി ഇതിനൊക്കെ വകവെച്ച് കൊടുക്കല്ലേ. അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ ഒഴിവാക്കുക. ഇപ്പൊ ഒരാൾക്ക് വേണ്ടത് അയാളെ വെറുതെ വിടാം. നിങ്ങൾ അയാളെ വന്നിച്ചില്ലെങ്കിൽ നിന്നിക്കാണ്ടിരിക്കുക, വെറുതെ വിടാം. നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഈ പറയുന്ന പോലെ കുറെ റിവ്യൂവേഴ്സ് നിങ്ങൾക്ക് തന്നെ അറിയാം, പേരൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ പബ്ലിസിറ്റി ആക്കുന്നില്ല. പക്ഷെ പണികൾ ഉടനെ വരും. ലീഗലി മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റിയത് കുറെ പേര് ആക്രമിക്കുന്നുണ്ട്. അതെല്ലാം കൂടി കുറെ പേരല്ല ബ്രോ, വളരെ ചുരുക്കം പേര്, കുറച്ച് പേര് പേഴ്സണലി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കെതിരെ അവൾ അല്ല, അവർക്ക് ഓൾറെഡി വേദനയാണ്. ഇനിയും വേദനിപ്പിക്കുന്നതിനാണ് അവര് ചിരിക്കുന്നത്. ഈ വേദന ഉണ്ടാകും. പേഴ്സണലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കലി ഉണ്ടാവുന്ന പെയിൻ അല്ല, ശരിക്കും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പെയിനാണ് അവളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഓവർകം ചെയ്യാൻ കുറെ കൂടെ പാടുപെടും. കാര്യം ഇന്നലെ കണ്ടപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അവളുടെ സിറ്റുവേഷൻസ് അവൾ പറയുന്നുണ്ട്. കാര്യം ഫിസിക്കലി ഉള്ള പെയിൻ അല്ല, അല്ലാതെ മെന്റലി അവൾ അനുഭവിക്കുന്ന ടോർച്ചറിങ് ആണ് ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കണമെന്നേ പറയുന്നുള്ളൂ. ഇങ്ങനൊരു സംഭവം വന്നപ്പോ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് രീതിയിൽ ആരാണ് ദൈവം അല്ലെങ്കിൽ ആരാണ് ദൈവം ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുക. ചില റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സീക്രട്ട് ഏജന്റ് ഒക്കെ സൗഹൃദം പോലും മുതലെടുത്ത് ചിലവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ രേണു ചേച്ചിയുടെ ആണെങ്കിലും പല രീതിയിൽ കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വയ്യാതെ വന്ന സമയത്ത് ചേച്ചിക്ക് ഒരു ഉപകാരം ചെയ്യാമെന്ന് പറഞ്ഞ അങ്ങനെ അതിനെ പോലും കണ്ടന്റ് ആക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും ആരെപ്പറ്റി ചോദിക്കുന്നത്? സീക്രട്ട് ഏജന്റ് രേണുക്ക് എന്തോ ഇപ്പൊ കൊടുത്തല്ലോ. ആക്ച്വലി ഇന്നലെ ഞങ്ങൾ പോയപ്പോ രേണു ആക്ച്വലി അവളുടെ വീട്ടിൽ AC വാങ്ങിച്ചു കൊടുത്തതിനൊക്കെ നല്ലതാണ്. പേഴ്സണലി അവർക്ക് നമുക്ക് അറിയില്ലല്ലോ അത് എന്താണ് പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ രേണു ഹാപ്പിയാണ് എന്തായാലും. അതെ, നീ പോകാനുള്ള ഓണൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? വീണ്ടും കയറാൻ നിങ്ങള് ക്യാമറയിലൊക്കെ എന്താണ് പുതിയ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ വിശേഷങ്ങൾ. ബിസിനസ് അടിപൊളിയായിട്ട് പോകുന്നു.